السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الذي أنعم علينا بخير الشمائل. أشهد أن لا إله إلا الله وحده لا شريك له وأن محمدا عبده ورسوله شهادة تؤدي إلى حسن الفضائل. صلى الله وسلم على سيدنا محمد الذي أبطل كل شر الحبائل وعلى آله وصحبه الذين أهلكوا كل شر الفتائل ما دامت الذريعة والوسائل. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. കണ്ണിന്റെ കുളിർമ, ജീവാർപ്പണത്തിന്റെ കേന്ദ്രം, ആത്മാർപ്പണത്തിന്റെ ബിന്ദു, ജീവന്റെ തുടിപ്പ്, കർണപുടങ്ങളുടെ പ്രകമ്പനം, ലോക ചരാചരങ്ങളുടെ ഇഷ്ടഭാജനം, സ്വാദിഖുൽ മസ്തൂഖ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500ാമത് ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി മഹ്ബൂബിങ്ങളായ മുതഅല്ലിമീങ്ങൾ ഇഹ്യാഉ സുന്ന എന്ന സംരംഭത്തിന്റെ കീഴിൽ റൂഹുൽ മഹബ്ബ എന്ന പേരിൽ ഷമാഇൽ ദർസ് ഒരുക്കിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ജാമിയയിലെ ഉസ്താദുമാരെല്ലാം നമ്മോടൊപ്പമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വില്യാപ്പള്ളി ഉസ്താദ് അടക്കം എല്ലാ ഉസ്താദുമാർക്കും ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷമാഇൽ എന്ന ശീർഷകത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ഷമാഇലിന് പ്രധാനമായ 3 ഭാഗങ്ങളുണ്ട്. അതാണ് മഹബത്തിന്റെ 3 മാനദണ്ഡങ്ങൾ: ജമാല്, കമാല്, നവാല്. അല്ലാമ ബൂസീരി റളിയല്ലാഹു അൻഹു ബുർദത്തുൽ മദീഹിൽ ഒരു ചെറിയ വരിയുടെ ഉള്ളിൽ അതെല്ലാം ഉൾക്കൊള്ളിച്ചു. കസ്സഹരി ഫീ തറാഫി വൽബദരി ഫീ ശറാഫി വൽബഹരി ഫീ കറാമി വദ്ദഹരി ഫീഹി മാമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഷമായിലിന്റെ ഉള്ളടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യവും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൽസ്വഭാവവും മഅ്ശൂഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ലോകത്തിന് ലഭിച്ച ഔദാര്യവും. അതാണ് ജമാല്, കമാല്, നവാല്. ഷമായിലി കൈകാര്യം ചെയ്തവരെല്ലാം സൗന്ദര്യവും ആ സൽസ്വഭാവവും അഥവാ ജീവിത നടപടിക്രമങ്ങളും അവിടെ നിന്ന് ലോകത്തിന് ലഭിച്ച ഔദാര്യങ്ങളുടെ സൗന്ദര്യവും വളരെ നന്നായി കൈകാര്യം ചെയ്യാറുണ്ട്. അല്ലാമ തിർമിദി റളിയല്ലാഹു അൻഹുവിന്റെ ഷമാഇൽ തിർമിദിയാണ് ഈ വിഷയത്തിൽ സുവിദിതം പ്രസിദ്ധം. ഷമാഇൽ കൈകാര്യം ചെയ്ത ധാരാളം സ്വഹാബികളുണ്ട്. ഏതായിരുന്നാലും കുറഞ്ഞ സമയമേ മുന്നിലുള്ളൂ. അപ്പോഴേക്കൊരു പക്ഷേ സി ഉസ്താദ് എത്താൻ സാധ്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ഖ് നമ്മുടെ എല്ലാം ഖൽബുകളിൽ പെരുപ്പിച്ചു തരട്ടെ. ഒന്നാമത്തേത് ജമാലാണ്, സൗന്ദര്യം. ആ സൗന്ദര്യം കൈകാര്യം ചെയ്ത അല്ലാമ തിർമിദി റളിയല്ലാഹു അൻഹു തന്നെ ഷമാഇൽ തിർമിദിയിൽ കൊണ്ടുവന്ന ധാരാളം സ്വഹാബികളുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു, ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഹിന്ദ് ഇബ്നു അബി ഹാല റളിയല്ലാഹു അൻഹു. ഈ സ്വഹാബികൾ പ്രമുഖരാണ് ആ സൗന്ദര്യം കൈകാര്യം ചെയ്തവരുടെ കൂട്ടത്തിൽ. അതിൽ ഹിന്ദ് ഇബ്നു അബി ഹാല റളിയല്ലാഹു അൻഹുവിന്റെ ദൈർഘ്യമേറിയ ഒരു ഹദീസാണ്
ആ ജമാല് സൗന്ദര്യം മനസ്സിലാക്കാൻ ഏറെക്കുറെ ആളുകളും അവലംബിക്കുന്നത്. ഖദീജത്തുൽ കുബറ റളിയല്ലാഹു അൻഹായുടെ ആദ്യ ഭർത്താവ് അബൂ ഹാലയിൽ നിന്നുള്ള മകനാണ് ഹിന്ദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജത്തുൽ കുബറ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചതിന്റെ ശേഷം മുത്തുനബിയുടെ മടിത്തട്ടിൽ കളിച്ചു വളർന്ന മോനും കൂടിയാണ് ഹിന്ദ് റളിയല്ലാഹു അൻഹു. ഹിന്ദുവിൻ അബീ ഹാല എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം സ്വഹാബികളുടെ കൂട്ടത്തിൽ വസ്വാഫും ബിഹില്യത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യം വളരെ നന്നായി കൈകാര്യം ചെയ്ത എന്ന വ്യക്തി എന്ന പേര് തന്നെയുള്ളയാളാണ്. അദ്ദേഹത്തെ സമീപിക്കുന്നു ആര്? ഹസൻ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടി. എന്നിട്ട് ആവശ്യപ്പെടുന്നു, സഅൽതു ഖാലി ഹിന്ദ് ഇബ്നു അബീ ഹാല വകാന വസ്വാഫൻ അൻ ഹില്യത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വനഷ്തഹി അൻ യസിഫ ലി ശൈഅൻ നതഅല്ലഖു ബിഹി. ഹിന്ദ് ഇബ്നു അബീ ഹാല റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുന്നത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജമാൽ എന്ന ശമാഇൽ വിശദീകരിച്ചു തരുമോ? നിങ്ങൾ ഏറ്റവും നന്നായി ആ ശമാഇൽ വിശദീകരിക്കുന്നയാളല്ലേ? അതുകൊണ്ട് അതും അവലംബിച്ചുകൊണ്ട് പരലോകത്ത് എനിക്ക് രക്ഷപ്പെടണം. ഹസൻ റളിയല്ലാഹു അൻഹുവിന് അങ്ങനെ ആവശ്യപ്പെടേണ്ട കാര്യമുണ്ടോ? കാരണം കുഞ്ഞുനാളിലെ ആ മടിത്തട്ടിൽ കളിച്ചു വളർന്ന മോനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് പോലും തോളിൽ കയറി സ്നേഹം പ്രകടിപ്പിച്ച മോനാണ്. ആ കയ്യിന്റെ നൈർമല്യവും ആ മുഖത്തിന്റെ ചമൽക്കാരവും ആ നടത്തത്തിന്റെ ഗാംഭീര്യവും നന്നായി ഹസൻ റളിയല്ലാഹുവിന് അറിയാം. എന്നാലും ആരാന്റെ ചുണ്ടിൽ നിന്ന് കേൾക്കുമ്പോൾ അത് വല്ലാത്തൊരു സുഖമാണ്. കാരണം മുഹമ്മദുൻ ദിക്റുഹു റൗഹുൽ ലിയംഫുസിന മുഹമ്മദുൻ ശുക്റുഹു ഫർളുൻ അലൽ ഉമാമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള പ്രതിപാദനം തന്നെ ഒരു സുഗന്ധമാണ്, സൗരഭ്യമാണ്, വല്ലാത്തൊരു നറുമണമാണ്. ഹിന്ദ് ഇബ്നു അബീ ഹാല റളിയല്ലാഹു അൻഹു ആവേശമായി തിർമിദി എടുത്തു നോക്കൂ. അറബി ഭാഷയിലെ അത്യുന്നതമായ പദങ്ങൾ പ്രയോഗിച്ചുകൊണ്ടാണ് നേതാവിനെ വർണ്ണിക്കുന്നത്. ഖാനൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖ്മൻ മുഫഖമ യതലഅല വജ്ഹുഹു തലഅൽ വൽ ഖമരി ലൈലത്തൽ ബദർ അത്വല മിനൽ മർബൂ' അഖ്സറ മിനൽ മുശദ്ദബ് ഹളീമൽ ഹാമ رجل الشعر إن فرقت عقيقته فرقا وإلا فلا يجاوز شعره شحمة أذنيه إذا هو وفر أزهر اللون واسع الجبين أزج الحواجب سوابغ في غير قرن بينهما عرق يدره الغضب أقنى العرنين له نور يعلو يحسبه من لم يتأمل وشمه كث اللحية سهل الخدين ضليع الفم مفلج الأسنان دقيق المصروبة كأن عنقه جيد دمية في صفاء الفضة معتدل الخلق بادن متماسك سواء البطن والصدر عريض الصدر بعيد ما بين المنكبين لخم الكراديس أنور المتجرد موصول ما بين اللبة وسرة بشعر يجري كالخط عاري الثديين والبطن مما سوى ذلك أشعر ذراعين والمنكبين وعالي الصدر طويل الزندين شثن الكفين والقدمين رحب الراحة سائر الأطراف خمسان اللخمسين مسيح القدمين ينبو عنهما الماء إذا زال زال تقلعا ويخطو تكفيا ويمشي هونا ذريع المشي إذا مشى فكأنما ينحط من صبب وإذا التفت التفت جميعا خافض الطرف ونظره إلى الأرض أطول من نظره إلى السماء جل نظره الملاحظة ويسوق وصحابا ويبدر من لقي بالسلام صلى الله عليه وسلم ألف مرة. ഷമായിലെ തിർമിദിയിൽ അല്ലാമ തിർമിദി റളിയല്ലാഹു അൻഹു ഈ ഹദീസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അഥവാ
ഹിന്ദ് ബിൻ അബീ ഹാല റളിയല്ലാഹു അൻഹു വർണ്ണിക്കുന്നത് അറബി ഭാഷയിലെ ഏറ്റവും നല്ല പദങ്ങൾ കൊണ്ടുവന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീര സൗന്ദര്യം ജമാല് വിശദീകരിക്കുന്നത്. അഥവാ നല്ല ഗാംഭീര്യമുള്ള പ്രകൃതമുള്ളവരാണ്. 14-ാം രാവിലെ പരിപൂർണ ചന്ദ്രന് തുല്യമായി മുഖം നന്നായി പ്രകാശിക്കുന്നുണ്ട്. കൂടുതൽ നീളമുള്ളവരോ തീരെ നീളമില്ലാത്തവരോ അല്ല, മിതമായ ഒരു നീളവും വണ്ണവും വലിപ്പവും ഉള്ളവരാണ്. ആ തലയ്ക്ക് നല്ല എടുപ്പുണ്ട്, തലയെടുപ്പുണ്ട്. ഏത് നീളമുള്ളവരോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ കൂട്ടത്തിൽ നിന്ന് എടുത്തു കാണിക്കുമായിരുന്നു. ആദ്യകാലത്ത് ഈ ചെവിക്കുറ്റിയേക്കാളും മുടി നീട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ നിയമപ്രാബല്യം നഷ്ടപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെവിയേക്കാൾ അധികം, പെരടിയേക്കാൾ അധികം മുടി നീട്ടിയിട്ടില്ല. പലപ്പോഴും 2 ഭാഗത്തേക്കും മുടി വാർന്നൊതുക്കാറുണ്ടായിരുന്നു. ചില സന്ദർഭങ്ങളിൽ നേരെ മുന്നിലേക്ക് തന്നെ വാർന്നൊതുക്കും. നല്ല പൂവണ്ണ പുരട്ടും കസ്തൂരി പുരട്ടുമായിരുന്നു. ചുവപ്പും വെളുപ്പും കലർന്ന നിറമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. ആ പുരികം ഒന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. പുരികത്തിൽ നല്ല രോമങ്ങളുണ്ട്. രോമാധിക്യം കൊണ്ട് 2 പുരികങ്ങളും പരസ്പരം ചേർന്നുവോ എന്ന് തോന്നും, പക്ഷേ പരസ്പരം ചേർന്നിട്ടില്ല. ആ മുഖത്തിന്, ആ നാസാരന്ധ്രങ്ങൾക്ക്, മൂക്കിന് വല്ലാത്ത അഴകാണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ അതിന് വല്ലാത്ത പ്രകാശമാണ്. നല്ല തുടുത്ത താടിയാണ്. കവിളിത്തടമോ വളരെ മനോഹരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വായ്ത്തടം വളരെ വിശാലമാണ്. ആ കണ്ഠങ്ങൾ, കഴുത്തുകൾ വെള്ളി വെളിച്ചം പോലെ പ്രകാശിക്കുന്ന കഴുത്താണ്, പിരടിയാണ്, കണ്ഠങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൂടുതൽ മാംസമുള്ള പ്രകൃതമോ അല്ലെങ്കിൽ തീരെ മാംസമില്ലാത്ത പ്രകൃതമോ അല്ല, ഒത്ത ഒരു തടിയാണ്. നെഞ്ചും വയറും ഒരുപോലെയാണ്. ലംബോദരനല്ല, കൃശോദരനാണ്. 6 പാക്ക് ഉള്ള പ്രകൃതമാണ്. പ്രായാധിക്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വയറ് കൂടുതലില്ലായിരുന്നു. ആ മാറിന് നല്ല വിശാലതയുണ്ട്, തോളിൽ നല്ല വിശാലതയുണ്ട്. കെണുപ്പുകൾ ഓരോന്നും എടുപ്പുള്ളതാണ്, മസിലുകൾ ഓരോന്നും എടുപ്പുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാൽപാദങ്ങളിൽ വെള്ളമൊഴിച്ചാൽ വെള്ളം അങ്ങ് ഒഴുകിപ്പോകാൻ മാത്രം, വെള്ളം ഒഴുകിപ്പോകുന്ന അവിടെ തടസ്സങ്ങളോ കീറലുകളോ അല്ലെങ്കിൽ മുഴകളോ ഒന്നും ആ കാൽപാദത്തിൽ ഇല്ല. ആ വിരലുകൾക്ക് താരതമ്യേന നീളമുണ്ട്, പറ്റ ചെറിയ വിരലുകളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടക്കുന്ന സമയത്ത് 2 കാൽപാദങ്ങൾക്കിടയിൽ അകലം അത് കൃത്യമാണ്. ഓരോ കാൽപാദവും വളരെ ശ്രദ്ധിച്ചുകൊണ്ട് വെക്കുന്ന പ്രകൃതമാണ്, ഗാംഭീര്യത്തോടുകൂടെ വെക്കുന്ന പ്രകൃതമാണ്. അല്പം വേഗതയിലാണ് നടക്കാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുന്നിൻ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഒരു മനുഷ്യന് മുന്നിലേക്ക് ഒരു ചായ്വുള്ളതുപോലെ നടക്കുന്ന സമയത്ത് മുന്നിലേക്ക് ഒരു ചായ്വുണ്ടാവാറുണ്ട്. അത് വിനയത്തിന്റെ ലക്ഷണമാണ്. കുന്നിൻ മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരുമ്പോൾ, മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു മനുഷ്യന് മുന്നിലേക്ക് ചായ്വുള്ളതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമനിരപ്പിലൂടെ നടക്കുമ്പോൾ പോലും വിനയത്തിന്റെ ഒരു ചായ്വ് മുന്നിലേക്കുണ്ട്. കീഴ്പോട്ട് നോക്കി നടക്കുന്ന പ്രകൃതമാണ്, മേൽപോട്ട് നോക്കുന്ന പ്രകൃതമല്ല. ചുറ്റുഭാഗത്തേക്കും ഇങ്ങനെ നോക്കി നടക്കുന്ന പ്രകൃതമല്ല. ചിന്താ നിമഗ്നനായി തല താഴ്ത്തി നടക്കുന്ന സ്വഭാവമാണ്. ആര് പിന്നിൽ നിന്നോ സൈഡിൽ നിന്നോ വിളിച്ചാലും മുഖം പൂർണ്ണമായും നെഞ്ചു പൂർണ്ണമായും കൊടുക്കുന്ന പ്രകൃതമാണ്. ആരെ കണ്ടാലും സലാം ധൃതിപ്പെട്ടുകൊണ്ട് കൊടുക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഹിന്ദ് ബിൻ അബീ ഹാല റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീര സൗന്ദര്യം വിശദീകരിച്ചുകൊണ്ട് ആ ശമായില് പറഞ്ഞുകൊണ്ടുള്ള ഹദീസാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൗന്ദര്യം നന്നായി അനുഭവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഹദീസ് തിർമിദി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നിട്ടുണ്ട്. റഅയ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ലൈലത്തിൻ ളിഹിയാൻ വഅലൈഹി ഹുല്ലത്തുൻ ഹംറാ ഫജഅൽതു അൻദുറു ഇലൈഹി വഇലൽ ഖമരി ഫലഹു ഇൻദി അഹ്സനു മിനൽ ഖമർ. ഒരു നിലാവുള്ള രാത്രിയിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. അന്ന് നല്ല വരകളുള്ള ഒരു ചുവന്ന ഡ്രസ്സാണ് ധരിച്ചിട്ടുള്ളത്. ഞാൻ നേതാവിനെയും ആ ചന്ദ്രനെയും മാറി മാറി നോക്കി. അല്ലാഹുവാണ് സത്യം. ഫലഹു ഇൻദി അഹ്സനു മിനൽ ഖമർ.
ആ ചന്ദ്രനേക്കാളും വലിയ സൗന്ദര്യം, വലിയ പ്രകാശം എൻ്റെ നേതാവിനുണ്ടായിരുന്നു. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രയോഗം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രയോഗമോ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ലജ സനിയതൈനി കാന ഇദാ തകല്ലമ കന്നൂരി യഖ്റുജു മിൻ ബൈനി സനായാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദന്തനിര വളരെ മനോഹരമാണ്. സംസാരിക്കുമ്പോൾ ആ പല്ലുകൾക്കിടയിൽ നിന്ന് പ്രകാശം, ശോഭ, ഒളി വിതറുന്നത് പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതോ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബിയല്ല കഅന്നമാ സീഗ മിനൽ ഫില്ലത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളി പോലെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന പ്രകൃതമാണ്. ഇത് ആ ജമാല്, ശരീര സൗന്ദര്യം സ്വഹാബത്ത് നമുക്ക് വിശദീകരിച്ചു തന്നതാണ്. അല്ലാഹുവേ, അനുഭവിക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു മഹബൂബിന്റെ, ഈമാനിന്റെ, മഹബത്തിന്റെ ലക്ഷണമാണ്. മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി ഫഇന്ന ശൈത്താന ലാ യതമസലു ബി ലാ യതഖയ്യലു ബി ലാ യതശബ്ബഹു ബി ലാ യതറഅ ബി ലാ യതകവ്വനുനി. വിവിധ റിവായത്തുകൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ മുത്ത് നബിയെ തന്നെയാണ് കണ്ടിരിക്കുന്നത്. കണ്ടു എന്ന് ഉറപ്പ് ലഭിക്കുന്നത് രണ്ട് ടീമിനാണ് എന്ന് ഇമാമിങ്ങളെ രേഖപ്പെടുത്തിയത് കാണാം. ഒന്ന് സ്വഹാബത്താണ്, രണ്ടാമത്തേത് ശമായിലുകളിലെ ജമാല് നന്നായി കൈകാര്യം ചെയ്ത ആളുകൾക്ക് ആ സ്വപ്നം കാണുമ്പോൾ ഇതെന്റെ നേതാവാണെന്ന ഉറപ്പ്, ജസ്മ് കിട്ടുമെന്ന് അയിമ്മത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വപ്നത്തിൽ കണ്ടോ ഉണർവിൽ കാണുമെന്ന് ഉറപ്പാണ്. മൻ റആനി ഫിൽ യഖ്ളത് മൻ റആനി ഫിൽ മനാമി ഫസയറാനി ഫിൽ യഖ്ളതി. ഉറക്കിൽ ആരെങ്കിലും കണ്ടാൽ ജാഗ്രത്തിൽ, ഉണർവിൽ കാണുമെന്ന് ഉറപ്പാണ്. ഇബ്നു അബീ ജംറ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയെടുത്ത് കാണാം. അഥവാ സാധാരണക്കാരാണോ മരിക്കുന്നതിൻ്റെ മുമ്പ് ആ സക്കറാത്തിൽ കിടക്കുന്ന സമയത്തെങ്കിലും കണ്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. ഇനി ശമായിലിന്റെ രണ്ടാമത്തെ ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖമാലാണ്, സൽസ്വഭാവം, ജീവിത നടപടി. എല്ലാം പറയാനുള്ള സമയം പോരാ. തിർമിദി റളിയല്ലാഹു അൻഹു ശമായിലിൽ ധാരാളം ഹദീസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ആ എല്ലാത്തിനെയും കൂടി ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നത് കാണാം. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കമാൽ എന്ന ശമായില് വിശദീകരിച്ചു തരുമോ എന്നാവശ്യപ്പെടുമ്പോൾ അദ്ദേഹം കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. അത് നിങ്ങൾ ഓതുന്ന റിസാലത്തുൽ ഖുശൈരിയ എന്ന കിതാബിൽ കാണാം. ജീവിത നടപടി. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅലിഫുൽ ബഈറ വയഖുമുൽ ബൈത വയഖ്സിഫുൻ നഅല വയർഖഉ ثوബ വയഅകുലു മഅൽ ഖാദിമി വയതഹനു മഅഹു ഇദാ ആയിയ وكان لا يمنعه الحياء أن يحمل بضاعته من السوق إلى أهله وكان يصافي الغني والفقير ويسلم مبتدئه ولا يحتقر ما دعي إليه ولو إلى حشف التمر وكان هين المؤنة لين الخلق جميل المعاشرة كريم الطبيعة بساما من غير ضحك محزونا من غير عبوسة متواضعا من غير مذلة رقيق القلب رحيما بكل شيء رحيما بكل مسلم لم يتجشقط من شباع ولم يمد يده إلى طماع. ജീവിത നടപടികളായി, സ്വഭാവ മൂല്യങ്ങളായി ഏതെല്ലാം ശമായിലുകളുണ്ടോ അതെല്ലാം അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ആ ഹദീസിൽ കൊണ്ടുവന്നു. അതിന്റെ അർത്ഥം, എന്റെ നേതാവ് ആട്ടിനെ കറക്കുന്ന നേതാവാണ്, ഒട്ടകത്തിന് പുല്ല് കൊടുക്കുന്ന നേതാവാണ്, വീട്ടിന്റെ അകത്തളം ശുചിയാക്കുന്ന, വൃത്തിയാക്കുന്ന നേതാവാണ്. തൊഴിലാളിയുടെ കൂടെ ഭക്ഷണം കഴിക്കാറുണ്ട്, തൊഴിലാളി ക്ഷീണിച്ചു പോയാൽ സഹായിക്കാറുണ്ട്. അങ്ങാടിയിലേക്ക് ചെന്ന് സാധനങ്ങൾ വാങ്ങി സ്വന്തം ശിരസിലേറ്റി വരാൻ ആ നബി തങ്ങൾക്ക് ഒരു മടിയുമില്ല. ആരെ കണ്ടാലും കൈ കൊടുക്കും, സലാം പറയും. ആരെ കണ്ടാലും കൈ കൊടുക്കും, സലാം പറയും. ആദ്യം തന്നെ അങ്ങോട്ട് സലാം പറയാൻ വലിയ വെമ്പലാണ്. ഒരു ഈത്തപ്പഴത്തിന്റെ ചീളിലേക്കാണ് ക്ഷണിക്കപ്പെട്ടതെങ്കിലും അൽഹംദുലില്ലാ എന്ന് പറയുന്ന പ്രകൃതമാണ്. ആ മുഖത്ത് എപ്പോഴും ശോഭയാണ്. കുടുംബത്തിന് നന്നായി ചെലവഴിക്കാറുണ്ട്. ദൂർത്തൊരിക്കലും ആ ജീവിതത്തിലില്ല. കാരുണ്യത്തിന്റെ പ്രകടനമാണ്, കാരുണ്യത്തിന്റെ സ്വഭാവമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് എപ്പോഴും പുഞ്ചിരിയാണ്, പൊട്ടിച്ചിരിക്കുന്ന പ്രകൃതമല്ല. എത്ര വലിയ ദുഃഖമുണ്ടെങ്കിലും നെറ്റിച്ചുളിക്കാറില്ല, മുഖത്ത് ആ ദുഃഖം പ്രകടിപ്പിക്കാറില്ല, മനസ്സിൽ അതൊതുക്കും. എല്ലാവരോടും നിർമ്മലമായി പെരുമാറുന്ന പ്രകൃതമാണ് എന്ന് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ആ വലിയ ഹദീസിലൂടെ താഴ്മയുടെയും വിനയത്തിൻ്റെയും മറ്റുള്ളവരുമായുള്ള ഇടപെടലിൻ്റെയും മനോഹരമായ രൂപം നമുക്ക് വരച്ചു കാണിച്ചു തന്നു. അതാണ് കമാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നടപടിക്രമങ്ങൾ സ്വന്തം ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമാണല്ലോ ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ മുഴുക്കയുള്ള നിഖില മേഖലകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞില്ലേ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാ കാര്യങ്ങളെടുത്താലും നിങ്ങൾക്ക് അതിൽ മാതൃകയുണ്ട്. അൽ മുതമസ്സികു ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ലഹു അജ്റു മിയത്തി ഷഹീദ്. ജനങ്ങളെല്ലാവരും ആ കമാൽ ഒഴിവാക്കി, ആ സ്വഭാവ മൂല്യങ്ങൾ ഒഴിവാക്കി ജീവിക്കുമ്പോൾ ആരാണോ ആ സ്വഭാവം മുറുകെ പിടിച്ച് ജീവിക്കുന്നത് അവർക്ക് 100 രക്തസാക്ഷികളുടെ പ്രതിഫലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പ്രയോഗിച്ചു, യതി അലന്നാസി സമാനുൻ അസ്വാബിറു ഫീഹിം അലാ ദീനിഹി കൽ ഖാബിദി അലൽ ജമരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ മൂല്യവുമായി മുന്നോട്ടേക്ക് സഞ്ചരിക്കുന്നത് തീക്കനൽ കയ്യിൽ പിടിച്ച് ജീവിക്കുന്നത് പോലെ അനുഭവപ്പെടുന്നൊരു കാലം വരാൻ പോകുന്നു. അഥവാ കുറഞ്ഞ ആളുകളിൽ മാത്രം ആ തിരുസുന്നത്ത് ഒതുങ്ങുന്നൊരു കാലം വരും. ഏതായിരുന്നാലും ആ കമാല് കഴിവിന്റെ പരമാവധി സ്വജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മൂന്നാമത്തേത് നവാലാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ലോകത്തിന്, പ്രപഞ്ചത്തിന് ചേതന വസ്തുക്കളെന്നോ അചേതന വസ്തുക്കളെന്നോ ജീവനുള്ള വസ്തുക്കളെന്നോ ഇല്ലാത്തതെന്നോ മനുഷ്യവർഗങ്ങളെന്നോ ഭൂതവർഗങ്ങളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും അനുഭവിച്ച കാരുണ്യം, ദയാദാക്ഷിണ്യം. അതാണ് ഔദാര്യം, നവാല്. അതും ശമാഇലിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ എല്ലാ നിലക്കും പറയുന്നത് റഹ്മത്ത് എന്നാണ്. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ അംബിയായിലെ പ്രയോഗം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. റഹ്മത്തായിട്ടാണ് അങ്ങയുടെ നിയോഗം. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ് അങ്ങ് ഇത്രയും നിർമ്മലമായി വർത്തിക്കുന്ന വ്യക്തിത്വമായി മാറിയത്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അങ്ങയുടെ സ്വഭാവ മൂല്യങ്ങളിൽ ഏറ്റവും വലിയ സ്വഭാവം റഹീം എന്ന വിശേഷണമാണ്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു. ആ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ ആഹ്ലാദിക്കുവീൻ, സന്തോഷിക്കുവീൻ. വറഹ്മതി വസിഅതു കുല്ല ഷൈഇൻ. എൻ്റെ റഹ്മത്ത് എല്ലാത്തിനും വിശാലമായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോഴെല്ലാം പ്രയോഗിക്കുന്നത് റഹ്മത്ത് എന്നാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വജീവിതത്തിലുടനീളം പ്രയോഗിച്ചതും അത് തന്നെയാണ്. നമ്മുടെ ഗുരു പരമ്പരയിലെ ഓരോ കണ്ണികളും ഏറ്റവും ആദ്യമായി ഗുരുവിൽ നിന്ന് കേട്ട ഹദീസ് എന്ന അർത്ഥത്തിൽ പറയാറുള്ളത് ശൈഖുന നമുക്ക് എല്ലാ ശവ്വാല് മാസവും സഹീഹുൽ ബുഖാരി കൊണ്ട് ദർസ് ആരംഭിക്കുമ്പോൾ ഏറ്റവും ആദ്യമായി പറഞ്ഞു തരാറുള്ള ഹദീസുർ റഹ്മ, അൽ ഹദീസുൽ മുസൽസലു ബിൽ അവ്വലിയ. അർറഹിമൂന യർഹമുഹുമുർ റഹ്മാൻ തബാറക വ തആല യർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. റഹ്മത്തിന്റെ ശബ്ദമാണ്. ഹാദാ അവ്വലു ഹദീസിൻ സമിഅതുഹു മിൻഹു. ഇത് ഞാൻ എൻ്റെ ഗുരുവിൽ നിന്ന് ഏറ്റവും ആദ്യമായി കേട്ട ഹദീസാണ് എന്ന് ഓരോ ശിഷ്യരും അവരുടെ ഗുരുവിനെ സംബന്ധിച്ച് പറയുന്നത് കാണാം. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ റഹ്മത്ത്, സ്വഭാവം റഹ്മത്ത്, ആ സ്വഭാവ മൂല്യങ്ങൾ റഹ്മത്ത്, ഇടപെടൽ റഹ്മത്ത്, അതുപോലെ പ്രയോഗങ്ങളും റഹ്മത്ത്. റഹ്മത്തിന് വിരുദ്ധമായ എന്തെങ്കിലും പ്രയോഗമുണ്ടെങ്കിൽ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരുത്തുമായിരുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വെച്ച് ഒരു അറാബിയായ മനുഷ്യൻ സ്നേഹം കൊണ്ട് ചെയ്തു പോയതാണ്, സ്നേഹം കൊണ്ട് പറഞ്ഞു പോയതാണ്. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ റഹംനി വ മുഹമ്മദ സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ തർഹം മഅനാ അഹദാ. അല്ലാഹുവേ, എനിക്കും എൻ്റെ നേതാവിനും മാത്രം റഹ്മത്ത് ചൊരിയണമേ, മറ്റാർക്കും റഹ്മത്ത് നൽകരുതേ. എനിക്കും എൻ്റെ നേതാവിനും മാത്രം
റഹ്മത്ത് നൽകണമേ, മറ്റാർക്കും റഹ്മത്ത് കൊടുക്കരുതേ. നവാലിന്റെ ഉടമയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ പ്രയോഗം അലോസരപ്പെടുത്തി. ഉടനെ തിരുത്തി, ലഖദ് ഹജ്ജർത വാസിഅ, ലഖദ് ഹജ്ജർത വാസിഅ, ലഖദ് ഹജ്ജർത വാസിഅ. വിശാലമായ റഹ്മത്തിനെയാണല്ലോ നിങ്ങൾ ചുരുക്കിക്കളഞ്ഞത്, പരിമിതപ്പെടുത്തിയത്. പ്രയോഗങ്ങളിൽ വരെ ആ റഹ്മത്ത് സൂക്ഷിക്കണമെന്ന റഹ്മത്തായ നവാലിന്റെ ഉടമയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത രീതി. ജീവനുള്ള വസ്തുക്കളോടും ജീവനില്ലാത്ത വസ്തുക്കളോടും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ റഹ്മത്ത് ചെയ്തു. കളകളാരവം മുഴക്കി താരാട്ടുപാടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആറുകൾ, അരുവികൾ, പുഴകൾ, സമുദ്രങ്ങൾ പാടാൻ കൊതിക്കുന്ന സംഗീതം ഏതാണ്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കളകൂജനങ്ങൾ ഉരുവിട്ടു പാറിപ്പറക്കുന്ന പറവകൾ, പക്ഷിക്കൂട്ടങ്ങൾ പാടാൻ ആഗ്രഹിക്കുന്ന ശബ്ദം ഏതാണ്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പച്ചപ്പരവതാനി പോലെ പടർന്നു പന്തലിച്ചു കിടക്കുന്ന പുൽമേടുകളും വൃക്ഷലതാദികളും പറയാൻ കൊതിക്കുന്ന നാമം ഏതാണ്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചേതന വസ്തുക്കളും അചേതന വസ്തുക്കളുമെല്ലാം ആ നവാലും റഹ്മത്തും വളരെ നന്നായി അനുഭവിച്ചിട്ടുണ്ട്. ആ റഹ്മത്തിൽ നല്ല ആത്മവിശ്വാസം നമുക്ക് വേണം. ആ റഹ്മത്തിൽ നല്ല കോൺഫിഡൻസ് വേണം. പൂർവികരായ മഹാരഥന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹയാത്തോടുകൂടെ ഇനി ആ റഹ്മത്ത് നിലച്ചുപോയി എന്ന് ചിന്തിച്ചവരായിരുന്നില്ല. ജീവിതകാലത്ത്, ഹയാത്ത് കാലത്ത് ആ നവാലും ആ റഹ്മത്തും ഏതെല്ലാം രൂപത്തിൽ ഒഴുകിയിട്ടുണ്ടോ ആ രൂപത്തിൽ ഒന്നുപോലും ചുരുങ്ങിപ്പോകാതെ ആ ഹയാത്തിന്റെ ശേഷം അഥവാ ഖബറിലെ ജീവിതത്തിലും വഫാത്തിന്റെ ശേഷമുള്ള ജീവിതത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നവാല് എന്ന ശമാഇൽ പ്രതീക്ഷിച്ച ആളുകളെ കാണാം. ഈ വിനീതന്റെ അഭിവന്ദ്യ ഗുരുവരിയർ ഖലമുൽ ഇസ്ലാം കോടമ്പുഴ ബാബ ഉസ്താദ് അൽ ഇംദാദു വൽ ഇർഷാദ് മിൻ സയ്യിദിൽ അനാം മിൻ ബഅദി വഫാതിഹി ഫിൽ യഖ്ളതി വൽ മനാം എന്ന ഗ്രന്ഥം എഴുതിയപ്പോൾ അതിൽ ചില ചരിത്രങ്ങൾ കൊണ്ടുവന്നിടത്ത് കാണാം അബുൽ ഖൈരി തൈനാത്തി റളിയല്ലാഹു അൻഹുവിന്റെ പ്രയോഗം. അബുൽ ഖൈരി തൈനാത്തി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നവാലി എന്ന ശമാഇൽ ആത്മാർത്ഥമായി ഉൾക്കൊണ്ട് അദ്ദേഹം ആവശ്യപ്പെടലുണ്ട്. ഇന്നി ലൈഫുക യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നി ജാഇഉൻ യാ റസൂലല്ലാഹ്. എന്താണ് പ്രയോഗം? എനിക്ക് നല്ല വിശപ്പുണ്ട്, എനിക്ക് നല്ല ഭക്ഷണം വേണം, ഞാൻ അങ്ങയുടെ അതിഥിയാണ്, എനിക്ക് നല്ല വിശപ്പുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിട പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുജറത്തു ഷരീഫിന് അരികിലേക്ക് വന്ന് ഭക്ഷണം വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. അതുപോലെ ബിലാൽ ഇബ്നു ഹാരിസ് മുസനി റളിയല്ലാഹു അൻഹു, ഒരു വഹാബിക്കും തള്ളാൻ കഴിയാത്ത ഹദീസാണല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിക്കുകയാണ് ബിലാൽ ഇബ്നുൽ ഹാരിസ് മുസനി റളിയല്ലാഹു അൻഹു. അഥവാ ഉമർ റളിയല്ലാഹു അൻഹു ഭരണകാലത്ത് ജലക്ഷാമം രൂക്ഷമായി, വല്ലാത്ത ക്ഷാമം, വെള്ളമില്ല, ശുദ്ധമായ പാനീയമില്ല. ബിലാൽ ഇബ്നുൽ ഹാരിസ് മുസനി റളിയല്ലാഹു അൻഹു ഹുജറത്തു ഷരീഫിന് അരികിലേക്ക് വന്നു പറഞ്ഞു, ഇസ്തസ്ഖിൽ ഉമ്മതിക ഫഇന്നഹും ഖദ് ഹലകു. ഉമ്മത്ത് മരണത്തിന്റെ വക്കത്താണ്, അവർക്ക് വെള്ളം വേണം, അവർക്ക് മഴ വേണം, അവർക്ക് വെള്ളം വേണം, മഴ വേണം. നോക്കൂ ആ റഹ്മത്തിലെ കോൺഫിഡൻസ്, ആ നവാലിലെ ആത്മവിശ്വാസം. അന്ന് രാത്രി സ്വപ്നം കാണുന്നു ബിലാൽ ഇബ്നുൽ ഹാരിസ് അൽ മുസനി റളിയല്ലാഹു അൻഹു. ബിലാൽ ഇബ്നു റബാഹ് അല്ല, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഔദ്യോഗിക മുഅദ്ദിനാണ്. ബിലാൽ ഇബ്നുൽ ഹാരിസ് അൽ മുസനി റളിയല്ലാഹു അൻഹു അന്ന് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുന്നു. ഉമ്മത്തിന് വെള്ളം കിട്ടും, ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ബുദ്ധിപൂർവ്വം ഭരിക്കാൻ വേണ്ടി പറഞ്ഞോളൂ, എൻ്റെ സലാമും കൊടുത്തോളൂ എന്ന് സ്വപ്നമധ്യേ പറയുകയും ചെയ്തു. ആ റഹ്മത്തിലെ നവാലിലെ പ്രതീക്ഷ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, എൻ്റെ പൊന്നു മുതല്ലിമീങ്ങളെ കേൾക്കൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നതിന്റെ മുമ്പ് സ്വഹാബത്തിനോട് പല വസിയത്തും ചെയ്തു. ആ വസിയത്തിലൊരു വസിയത്ത്, ഞാൻ വഫാത്തായാൽ, ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ ജനാസ സംസ്കരണങ്ങളെല്ലാം കഴിഞ്ഞ്, നിസ്കാരമടക്കം കഴിഞ്ഞ് എൻ്റെ ജനാസ കുളിപ്പിച്ച് കഫൻപുടകളെ കൊണ്ട് പുതപ്പിച്ച് നിസ്കാരം കഴിഞ്ഞാൽ ഹുജറത്തു ഷരീഫിന്റെ ബാബിങ്കിൽ വെക്കണം. എന്നിട്ട് സമ്മതം ചോദിക്കണം. സമ്മതം കിട്ടിയിട്ട് മതി ഉള്ളിലേക്കുള്ള പ്രവേശം. സ്വഹാബത്ത് അതുപോലെ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന ആ റഹ്മത്തിലെ, ആ വലിയ നവാലിലെ ആത്മവിശ്വാസം,
ആ ഖബറിന്റെ ഭാഗത്ത് നിന്ന് മധുര ശബ്ദം വന്നു, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ് ഫഇന്നൽ ഹബീബ ഇലൽ ഹബീബി മുഷ്താഖ്. ആ കൂട്ടുകാരൻ ഇങ്ങോട്ട് കൊണ്ടുവരൂ. ഈ കൂട്ടുകാരൻ സിദ്ദീഖ് എന്ന കൂട്ടുകാരന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ കൂട്ടുകാരൻ ഇങ്ങോട്ട് കൊണ്ടുവരൂ. ഈ കൂട്ടുകാരൻ ആ കൂട്ടുകാരന് വേണ്ടി കാത്തിരിക്കുകയാണ്. നോക്കൂ, നവാലിലെ പ്രതീക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഫലീകരിച്ചു കൊടുത്തു. അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു ആ നവാലിൽ കൂടുതൽ പ്രതീക്ഷ നൽകി. ഉമ്മു ഉബൈദ പട്ടണത്തിൽ നിന്ന് അവസാനം ഹുജ്റത്തു ഷരീഫിന് അരികിലേക്ക് വന്നുകൊണ്ട് ആവശ്യപ്പെട്ടത് വലിയൊരു ആവശ്യപ്പെടലാണ്. ആ കൈ വേണം എനിക്ക് ചുംബിക്കാനാണ്, ആ കൈ വേണം എനിക്ക് ചുംബിക്കാനാണ്. ഫി ഹാലത്തുൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി വഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യമീനക കൈ തഹ്ലാ ബിഹാ ശഫതി. ആ കൈ വേണം എനിക്ക് ചുംബിക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തിലെ ആത്മവിശ്വാസവും ആ നവാലിലെ പ്രതീക്ഷയും നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ഷമായിലിന്റെ 3 ഭാഗങ്ങളാണ് കേൾപ്പിച്ചത്, അഥവാ സൗന്ദര്യം, അതുപോലെ സൽസ്വഭാവം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ലോകത്തിന് ലഭിച്ച നവാലി അഥവാ ഔദാര്യം. ഈ 3 കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ദൈർഘ്യമേറിയ ഒരു ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഷമാഇൽ തിർമിദി എന്ന ഹദീസിന്റെ കിതാബിൽ ആ ഹദീസ് കാണാം. അഥവാ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലം യകുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിത്തവീരിൽ മുമഗാത്ത് വലാ ബിൽ ഖസീരിൽ മുതറദ്ദിദ് വകാന റബ്അതൻ മിനൽ ഖൗം ولم يكن بالجعد القطط ولا بالسبط وكان جعيدا رجلا أبيض مشرب أدعاج العينين أهدب الأشفار جليل المشاشي والكتد أبيض ذو مسربة أجرد ذو مسربة جليل المشاشي والكتد إذا مشى فكأنما ينحط من صبب وإذا التفت معه بين كتفيه خاتم النبوة وهو خاتم النبيين صلى الله عليه وسلم أجود الناس صدرا وأصدق الناس لهجا وألين الناس عريكا وأكرمهم عشرة من رآه بديهة هابه ومن خالته معرفة أحبه يقول ناعته لم أرى قبله ولا بعده مثله. ജമാലും കമാലും നവാലും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പ്രയോഗിച്ച പ്രയോഗം തിർമിദി റളിയല്ലാഹു അൻഹു ഷമായിലെ തിർമിദിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് തവണ കാണാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആ മദീനയോടുള്ള ഇഷ്ഖ് നമ്മുടെ ഖൽബിൽ അല്ലാഹു തആല പെരുപ്പിച്ചു തരട്ടെ. മുത്തുനബി ഇഷ്ടപ്പെട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടതിലെല്ലാം സ്നേഹമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഷെയ്ഖുൻ എപ്പോഴും നമ്മോട് പറയാറുണ്ട്, അൽ മഹബ്ബത്തു ത്വബഇയ്യ, പ്രകൃതിപരമായ നൈസർഗികമായ സ്നേഹം. അത് ഈ 3 കാര്യങ്ങളിലൂടെ വരുന്ന സ്നേഹമാണ്, 8 മറികടന്നുകൊണ്ടുള്ള സ്നേഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്നേഹം കൊണ്ട് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇനിയും ആ ജീവിതം പഠിക്കണം. ഭൗതികമായി ചിന്തിക്കുന്ന ആളുകൾ അവർ നന്നായി വായിക്കുന്നുണ്ട്, അവർക്ക് അതിന് സദുദ്ദേശ്യമാണോ ദുരുദ്ദേശ്യമാണോ ഉള്ളത് എന്ന് അള്ളാഹുവിനറിയാം. മൈക്കൽ എച്ച് ഹാർട്ട് അദ്ദേഹം ദ 100 എന്ന പുസ്തകം എഴുതിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന നേതാവിനെ ഏറ്റവും ആദ്യത്തെ പേജുകളിൽ കൊണ്ടുവന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ 100 പേരെ പറയുന്ന ഗ്രന്ഥമാണ് ദ 100 എന്ന പുസ്തകം. വിവിധ കാലങ്ങളിൽ കാലാന്തരങ്ങളിൽ ലോകത്ത് വളരെ കൂടുതൽ സ്വാധീനം ചെലുത്തിയ 100 പേരെ പറയുന്ന ഗ്രന്ഥത്തിന്റെ ഏറ്റവും ആദ്യത്തെ പേജുകളിൽ കൊണ്ടുവന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. പലരും സംശയത്തോടുകൂടെ നോക്കി, പലരും ചോദ്യം ചെയ്തു, പലരും അത്ഭുതപ്പെട്ടു. അവരോടെല്ലാം അദ്ദേഹം പറഞ്ഞ മറുപടി, അദ്ദേഹം മുസ്ലിം അല്ല, മുഅ്മിനല്ല, അമേരിക്കക്കാരനായ എഴുത്തുകാരനാണ്. മൈ ചോയ്സ് ഓഫ് മുഹമ്മദ് ടു ലീഡ് ദ ലിസ്റ്റ് ഓഫ് ദ വേൾഡ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ മേ സർപ്രൈസ് some readers and may be questioned by others, but is all a man in history who was supremely successful on both religious and secular level. ഭൗതികമായും ആത്മീയമായും അനുകരിക്കാവുന്ന, ഇമിറ്റേറ്റ് ചെയ്യാവുന്ന ഒരു നേതാവുണ്ടെങ്കിൽ അത് മുഹമ്മദുൻ
എന്നു പേരുള്ള ഒരു ചരിത്ര പുരുഷൻ മാത്രമാണ്. അദ്ദേഹത്തിന്റെ പ്രയോഗമാണ്. അതുകൊണ്ട് വിസ്മയം കൊള്ളുന്നവർ വിസ്മയം കൊള്ളട്ടെ, അത്ഭുതം പ്രകടിപ്പിക്കുന്നവർ അത്ഭുതം പ്രകടിപ്പിക്കട്ടെ, ചോദ്യം ചെയ്യുന്നവർ ചോദ്യം ചെയ്യട്ടെ. ഭൗതികമായും ആത്മീയമായും അനുകരിക്കാവുന്ന ഒരു നേതാവുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. നെപ്പോളിയൻ ബോണോപാർട്ടിന്റെ പ്രയോഗം, I hope the time is not far off when I shall be able to unite the wise and educated men of other countries and establish one uniform regime based on principle of Quran, which alone are true, which alone can lead men to happiness. ചിന്നിച്ചെതറിയ ആളുകളെ, ടീമുകളെ, ട്രൂപ്പുകളെ, ഗ്രൂപ്പുകളെ, വിഭാഗങ്ങളെ, വർഗങ്ങളെ ഒരു കേന്ദ്രത്തിൽ ഒരുമിച്ച് കൂട്ടാൻ കഴിയുമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ശമായിലുകൾക്കും മൂല്യങ്ങൾക്കും മാത്രമേ സാധിക്കൂ. അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് നെപ്പോളിയൻ ബോണോപാർട്ടിന്റെ പ്രയോഗം. ഹൈന്ദവ പുരാണങ്ങളിലുമുണ്ട്, ഏതസ്മിൻ അന്തരേ മ്ലേച്ഛാചാര്യേണ സമന്വിത മഹാമത ഇതിക്യാത ശിഷ്യശാഖാ സമന്വിത. സുകുമാർ കക്കാടിന്റെ പ്രയോഗം, സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണ നൂൽ പാലം പണിത പ്രവാചക, ജീവന്റെ ഭിന്നമാം നാദ വൈചിത്രങ്ങളെ ഗമാംസത്തിൽ ബന്ധിച്ച ധാർമ്മിക. ഭൗതികമായി ചിന്തിക്കുന്ന ആളുകൾ ആ ജീവിതത്തിലൂടെ ഊളിയിട്ടിറങ്ങുന്നു. അവർ പറയുന്നു, പ്രസംഗിക്കുന്നു, എഴുതുന്നു. ആ മുത്തിന്റെ അനുയായികളായ നമ്മൾ ആ ജീവിതം ആഴത്തിലിറങ്ങി പഠിക്കണം. അപ്പോൾ മഹബത്ത് ഇങ്ങനെ ക്രമികമായി കൂടും. ഇസ്തിഹ്സാനിൽ നിന്ന് മബദ്ധത്തിലേക്കും, അതിൽ നിന്ന് മഹബത്തിലേക്കും, അതിൽ നിന്ന് ഖുല്ലത്തിലേക്കും, അതിൽ നിന്ന് ഹവയിലേക്കും, അതിൽ നിന്ന് ഇഷ്ഖിലേക്കും, അതിൽ നിന്ന് 10-24 വരുന്ന ആ മർത്തബകളിലേക്ക് ക്രമികമായി ആ സ്നേഹം ഉയരും. ആ 3 കാര്യങ്ങൾ ജമാല്, കമാല്, നവാലി എന്ന ശമായില് നന്നായി ഉൾക്കൊള്ളുന്നതിന്റെ മുമ്പ് ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രയോഗിച്ചത്, ലഅൻത ഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ നഫ്സി അല്ലതി ബൈന ജംബയ്യ. എൻ്റെ ശരീരത്തെ മാറ്റി നിർത്തിയാൽ, ആത്മാവിനെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാത്തിനേക്കാളും അധികം അങ്ങനെക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, അങ്ങനെക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ആദ്യം പറഞ്ഞ പ്രയോഗമാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മുഖത്തേക്ക്, ജീവിതത്തിലേക്ക് വളരെ നന്നായി നോക്കി ജമാലും കമാലും നവാലും ഉൾക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പ്രയോഗിച്ച പ്രയോഗമോ, വല്ലദീ അൻസല അലൈക്കൽ കിതാബ് ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. എൻ്റെ ശരീരത്തെക്കാളും, എൻ്റെ ആത്മാവിനേക്കാളും, എൻ്റെ മനസ്സിനേക്കാളും, എൻ്റെ ഹൃദയത്തെക്കാളും എനിക്ക് അങ്ങാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകാരം കൊടുത്തു. അൽ ആന യാ ഉമർ, ഇപ്പോൾ മഹബ്ബത്ത് പരിപൂർണമായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഗണത്തിൽ, ആ മെഹബൂബിങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾക്കൊള്ളിക്കട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ശമായിലിൽ നിന്നൊരൽപ്പം മാത്രം ഇവിടെ സമർപ്പിച്ചുകൊണ്ട് വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.